പശ്ചിമബംഗാളിൽ മന്ത്രിസഭ പിരിച്ചുവിട്ട ബംഗാൾ ഗവർണർ RN രവി. ഇതോടെ 15 വർഷമായി ബംഗാൾ ഭരിച്ചിരുന്ന മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ രാജിവെക്കില്ല എന്ന് മമത പ്രഖ്യാപിച്ചിരുന്നു. ജനവിധിയെ ചോദ്യം ചെയ്ത മമത അധികാരത്തിൽ തുടരുമെന്ന നിലപാട് ഇതെടുത്തതോടെയാണ് ഗവർണറുടെ നിർണായക ഇടപെടൽ. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല എന്ന മമതാ ബാനർജിയുടെ അവസാനത്തെ അടവിന് ഇതോടെ അന്ത്യമായി. ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഗവർണർ RN രവി സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തുവിട്ടത്. BJPയുടെ നിയമസഭാ കക്ഷിയോഗം നാളെ ചേരും. നിയമസഭയുടെ കാലാവധി ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ പൊതുവായ അറിവിലേക്കായി എന്ന് രേഖപ്പെടുത്തിയ കത്ത് ലോക് ഭവൻ പരസ്യമാക്കിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 172 അനുസരിച്ച് 5 വർഷത്തെ കാലാവധി കഴിഞ്ഞാൽ നിയമസഭ സ്വയം പിരിച്ചുവിടും. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതുവരെ നിലവിലെ മന്ത്രിസഭയ്ക്ക് ഒരു കാവൽ മന്ത്രിസഭയായി തുടരാവുന്നതാണ്. 294 അംഗ നിയമസഭയിൽ BJP 207 സീറ്റുകൾ നേടി 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കിയതോടെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യമായത്. മമതയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് ഇത്തവണ 80 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി കനത്ത പരാജയം നേരിട്ടതിന് പിന്നാലെ ചൊവ്വാഴ്ച വൈകുന്നേരം മമതാ ബാനർജി നടത്തിയ പ്രഖ്യാപനം വലിയ വിവാദമായിരുന്നു. താൻ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല എന്നും BJPക്ക് ലഭിച്ച ജനവിധി കൊള്ളയുടെ ബലമാണെന്നായിരുന്നു മമതയുടെ വാദം. ഞാൻ തോറ്റിട്ടില്ല, അതിനാൽ ഞാൻ ലോക് ഭവനിലേക്ക് പോകില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇത് വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രതിപക്ഷ മുന്നണി മമതയ്ക്ക് പിന്തുണയുമായി ഒപ്പം നിന്നു. ഇതിനിടെയാണ് ഗവർണറുടെ നിർണായക നീക്കം. ജനം, ഡൽഹി.